ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ കുറച്ച് ചെടി നടലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. ചാനലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ചെടികളുടെ കാര്യത്തിലൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് അതിന് വളവിടിയിലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കുറച്ച് സമയം അതിനു വേണ്ടി നീക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും എഴുതാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനൽ. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം. ഒന്ന് രണ്ട് ചെടികളെ ഞാൻ ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ബാഗിലാക്കി വെച്ചിട്ട് പിന്നീടാണ് പൂച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ചെടി നടലാണ് ഇന്നത്തെ ദിവസം. ചാണകപ്പൊടിയൊക്കെ ഒരു ചാക്കോളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടിയും മണ്ണിലേക്ക് ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചെടി വെക്കലാണ് ഇന്നത്തെ. പൂച്ചട്ടിയിൽ ഒരു 2-3 വര ഉണ്ടല്ലോ ഒരു ചട്ടിയിൽ. അടിയിലത്തെ ആ ഫസ്റ്റ് വര വരെ ഉള്ള മണ്ണ് ഇട്ടിട്ടാണ് ആ ചെടി വെച്ച് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഈയിടെ വാങ്ങിയതാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ആ ചെടി നല്ല പൂക്കൾ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഭംഗി തോന്നി വാങ്ങിച്ചതാണ്.
ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് എല്ലുപൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് എല്ലുപൊടി ഞാൻ ആദ്യം ഇട്ടതാണ്. ഇത് കോഴിവളമാണ്. കോഴിവളം നല്ല ഒരിതാണ്. ചകിരിച്ചോറും എല്ലുപൊടിയും കോഴിവളം ഇതൊക്കെ ചാണകപ്പൊടിയും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഈ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. അതിൽ ചാണകപ്പൊടി ഏറ്റവും ഇതായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയതാണ്, കനകമീൽ എന്നും പറഞ്ഞ്. ഇത് ചെടികളുടെ എല്ലാ പൂക്കളൊക്കെ ഉണ്ടാകാനുള്ള ചെടികൾക്ക് ബെസ്റ്റ് ഒരു ഐറ്റമാണ്. ഇതിയുടെ ഒരു നഴ്സറിയിൽ ഞാൻ വാങ്ങിയതാണ്. അവിടെ വന്ന ഒരു ചേച്ചി തന്നെ പറഞ്ഞത് നല്ലൊരു ഇതാണ്. കനകമീൽ എന്നതിൻ്റെ പേര്, ഗാർഡൻ മിക്സ്ചർ. ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചെടികളുടെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. ഇതിലെ കല്ലുകളൊക്കെ എടുത്ത് കളയാം. കല്ലുകളൊക്കെ ആകെ ഇതാണ്, കുറേ കല്ലുകളുണ്ട്. കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാടങ്ങ് ചെടികൾ പോയി. പിന്നെ എനിക്കിപ്പോൾ അധികം ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് വെള്ളം ഒഴിക്കും ചെടികൾക്ക് എന്തായാലും ഡെയിലി, പക്ഷേ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ശരിക്കും. കുറേ വെയിലത്തൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വാടിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പം തണലത്തോട്ട് കുറേ റോസായൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയുടെ ആദ്യത്തെ ആ ഒരു വരയുടെ അവിടെ നമ്മൾ വെച്ചിട്ട് എന്നിട്ടാണ് ചെടികൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 ഭാഗം മണ്ണ് ഇടും. ഏറ്റവും മുകളിലായിട്ടാണ് നമ്മുടെ ആ കനകമീൽ എന്ന് പറഞ്ഞ് ഇത് പൊടി ഇടുന്നത്. അതിൻ്റെ ഒരു മെയിൻ വളമാണത്. ഇത് ബാഗിൽ ഇരുന്നാണ്. ഇത് ഞാനിപ്പോൾ മാറ്റിയിട്ട് പൂച്ചട്ടിയിലോട്ട് നടാൻ നോക്കും. ഇതിനൊക്കെ കുറേ മണ്ണുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് ബാഗിൽ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നടാൻ നോർത്താണ് ഇതിപ്പോൾ ഈ പണിക്ക് ഒരുങ്ങിയത്. ഇന്ന് ഓരോരോ ജോലികൾ കാരണം വിട്ടു പോവുകയും ചെയ്യാൻ പറ്റാതെ. ഞാൻ ചാണകപ്പൊടി ഒരുപാട് ഇടും. ഒരു ചാക്ക് നിറച്ച് ചാണകപ്പൊടി ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ പൊടി ഇട്ട് കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെടികളെപ്പോഴും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നാണ്. ഇത് നല്ലൊരു പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വെച്ചതേ ഉള്ളൂ. പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കനകമീൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാൻ ഇത് ചെടികൾക്ക് നല്ലതാണ്. ഇത് റോസയ്ക്ക് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് പൂക്കൾ കഴിക്കാൻ വേണ്ടി കുറച്ചിട്ട് കൊടുത്താൽ മതി. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മതി. അതിലേക്ക് അരിഞ്ഞ് ചേർന്ന് മണ്ണിലേക്ക് കുറ്റിക്കുരുമുളകാണ്. കുറച്ചാകുമ്പോഴത്തേക്ക് ഇത് കായ്ച്ചു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം. ഇനിയിപ്പോൾ ഇത് ഉണ്ടായി വരുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച്
ചാണകപ്പൊടിയും ഒക്കെ ഇടാമെന്ന് വിചാരിച്ച്. ചെടി കൂടെ നമ്മൾ എപ്പോഴും സമയമെടുത്ത് നിൽക്കുവാണെങ്കിൽ ചെടികളൊക്കെ നന്നായിട്ട് വരും. പച്ചക്കറി ആണെങ്കിലും ചെടികളാണെങ്കിലും അങ്ങനെ. ഇവിടെ തക്കാളിയൊക്കെ വരുമ്പോൾ കുറേ കായ്ച്ചിരുന്നു. നല്ല വലിയ തക്കാളിയാണ്. പക്ഷെ അത് കഴിഞ്ഞതൊന്നും കുറേ പോയി. ഞാൻ പിന്നെ ചാനലും വീഡിയോ ഒക്കെ ആയിക്കഴിഞ്ഞപ്പം എനിക്കങ്ങ് ശ്രദ്ധിക്കാൻ സമയം ഇല്ലാതായി. ചെടികളൊക്കെ വെക്കാനും പച്ചക്കറിയും ഒക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന്. പക്ഷെ പലപ്പോഴും സമയം വേണ്ടി പോലെ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അലോവേര കാര്യമായിട്ട് കിളിത്ത് വന്നിട്ടുണ്ട്. വേറെ ഒരു അലോവേര ഉണ്ട് ഇവിടെ. കുറേ ചെടികളുണ്ട്. ഇതൊക്കെ ഓരോരോ ചെടികളാണ്. ഇതൊക്കെ ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു വിത്താണ്. ഇത് നല്ല പൂക്കൾ ഉണ്ടാവുന്നതാണ്. ഇപ്പം പൂക്കൾ പൊഴിഞ്ഞ് നിൽക്കുക. ഈയിടെ കുറേ പൂക്കളുണ്ടായിരുന്നു. ഇതിനകത്ത് നല്ലപോലെ ഉണ്ടാവുന്നതാണ് പൂക്കൾ. പിന്നെ ഇതെല്ലാം ചീനിയാണ്. ചീനി കുറേ വെച്ചിട്ടുണ്ട്. ഇത് പയറിൻ്റെ വൻപയർ വെറുതെ ഞാൻ ഇട്ടതാണ്. ഇത് ചീനിയാണ്, ഇതെല്ലാം ചീനിയാണ്. വഴുതനങ്ങ ഇപ്പം എന്താ പൂവിട്ടിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. കുറേ പൂവിട്ടിട്ടുണ്ട്. ഇവിടെ കുറേ കായ്ച്ചിരുന്നു. പിന്നെ തക്കാളിയുണ്ട്. ഈ റോസകളൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് തണൽ കിട്ടാൻ വേണ്ടി. കാരണം വെയിലത്ത് നിന്നിട്ട് ഭയങ്കര വെയിൽ കാരണം കരിഞ്ഞു പോകുന്ന പോലെ. അതുകൊണ്ട് ഞാൻ കുറേ അങ്ങ് മാറ്റി വെച്ചതാണ്. റെഡും ഇത് മഞ്ഞയുണ്ട്. പിന്നെ ഒരു നല്ലൊരു വയലറ്റ് കളറുള്ള ഒരു ലൈറ്റ് വയലറ്റ് പോലത്തെ ഒരു കളറുണ്ട്. അതൊക്കെ ഫ്ലവർ ഷോയ്ക്ക് കോട്ടയത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ 4-5 കളർ നിൽപ്പുണ്ട്. 4-5 നിൽപ്പുണ്ട്. അങ്ങനെ ഇതിനൊക്കെ കുറച്ച് വളവും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ചീനി വെച്ചതാണ്. കുറേ ഇവിടെ ചീനി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണ്ടായി. ചീനി എന്താണെന്നറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് പിടിക്കാറില്ല. ഇടയ്ക്ക് ഉണങ്ങിപ്പോയി. ഈ വെയിലത്തൊക്കെ നിൽക്കുന്നതാണെന്നറിയില്ല. എനിക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ തൈ വെച്ച് ഉണ്ടായി വരും. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായി വരുന്നില്ല ചെയ്യുന്നത്. വെണ്ടയ്ക്കായും വഴുതനങ്ങ, തക്കാളി ഇതെല്ലാം അവിടെ വെച്ചിരുന്നു. എല്ലാം ഉണ്ടായി. പക്ഷേ തക്കാളിയൊക്കെ നല്ല വലിയ തക്കാളിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല. അത് ഇതായിട്ടങ്ങ് പോവുകയാണ്. എൻ്റെ ശ്രദ്ധക്കുറവിൻ്റെ ആയിരിക്കും. നമ്മുടെ പുതിനയിലയാണ്. പുതിനയില ഒരുപാടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഇതിപ്പോൾ കുറേ അങ്ങ് ഉണങ്ങിപ്പോയി. പിന്നെ ഞാൻ വേറൊരു ഇതിലായിട്ട് ഗ്രോ ബാഗിൽ ഇതിലും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. പുതിനയില പെട്ടെന്ന് അങ്ങ് പോകും. നമ്മളിപ്പോൾ തണ്ട് മാറ്റി വേറെ ഓരോ ഗ്രോ ബാഗിലോ ഒക്കെ ആയിട്ട് നമ്മൾ വെക്കുന്നത് നല്ലതാണ്. കാരണം എളുപ്പം പോകുന്ന ഒരിതാണ്. ഇത് 2 ബോഗൻവില്ലയാണ്. 2 കളറുള്ള പീച്ച് കളറിലും യെല്ലോ കളറിലുള്ള ബോഗൻവില്ലയാണ്. ഇതിനിപ്പം വലിയ ചട്ടിയിലേക്ക് വെക്കണം. ചെറിയ ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ ചെടികളുടെയൊക്കെ വിശേഷങ്ങൾ. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് അത് വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് എഴുതാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കാണാം. താങ്ക് യു.